ഇന്നത്തെ നമ്മൾ പരിപാടി ഫൈബർ സ്പ്ലേസിംഗ് ആണ്. അപ്പോൾ 6 core ആണുള്ളത്. ഇത് മൾട്ടി മോഡാണ്, സിംഗിൾ മോഡല്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ റെഡി ആക്കി കൊടുക്കണം. അപ്പോൾ 4 ചെയ്തു. ഈ ബാക്കി 2 6 core അങ്ങനെ 3 സ്ഥലത്തുണ്ട്. 6 അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലീവ് കളഞ്ഞതിന് ശേഷം സ്പിരിറ്റ് നമ്മൾ ചെയ്യണം. സ്പിരിറ്റ് കൊണ്ട് നല്ല ക്ലീൻ ആക്കണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഉള്ള പരിപാടി എന്താണ്? സ്പ്ലേസ് ചെയ്യലല്ല പണി. ഇത് ഒരു കോറൊക്കെ തിരക്കണില്ല. നമ്മളിപ്പോൾ നമ്മളെ ഇതിൽ വീഡിയോ ഉണ്ട് 48 core, അതേപോലെ തന്നെ 96 core ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് 48 കോറിൻ്റെ ഇത് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് മൊത്തം റൗണ്ടായിട്ട് ചുറ്റി വെക്കാനാണ് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പരിപാടി. ഒരു ടെൻഷൻ പിടിച്ചൊരു പരിപാടി. ഒന്ന് ചുറ്റി റെഡിയാക്കുമ്പോൾ അടുത്ത ചിലപ്പോൾ പുറത്തേക്ക് കണ്ട് കിട്ടാൻ വരും. അതൊക്കെ ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ഉണ്ട്. അപ്പോൾ ഏതായാലും സ്പ്ലേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബാക്കി വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ കട്ടറാണ്. ഇതുകൊണ്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഗ്ലാസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഫൈബറിൻ്റെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഈ ഫൈബർ കോറിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് കട്ട് ചെയ്യണമെങ്കിൽ തന്നെ വേണം. ഇത് വജ്രത്തിൻ്റെ ഒരു ബ്ലേഡാണ്, സാധാ ബ്ലേഡല്ല. ഇതല്ലാതെ നമ്മളൊരു കട്ടെടുത്ത് കട്ട് ചെയ്താലൊന്നും ശരിയാവില്ല. കാരണം കട്ടെടുത്ത് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്താൽ കട്ട് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കട്ട് ചെയ്യണം. ഇതുകൊണ്ടല്ലാതെ വേറെ എന്തുകൊണ്ട് കട്ട് ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഇത് വെക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഒറ്റ ഇതാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റ് കട്ടായി. പിന്നെ നമ്മൾ അടുത്തത് മെഷീൻ ഓണാക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലീവ് ഇടാൻ മറക്കരുത് കേട്ടോ. ഒരു കോർ നമ്മൾ വെച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ലീവ് നിർബന്ധമായിട്ടുണ്ട്. ഈ സ്ലീവ് ഉപയോഗിക്കണം എന്തിനാണ്? ഇപ്പോൾ 2 ഗ്ലാസും സ്പ്ലേസ് ചെയ്തതിന് ശേഷം അത് പൊട്ടി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലീവ് ഇടുന്നത്. സ്ലീവ് ഇടുക. വീണ്ടും നമ്മളെന്ത് ചെയ്യുക? ഇതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കട്ട് ചെയ്തു, റെഡിയായി. നമ്മളത് മെഷീനിലേക്ക് വെച്ച് കൊടുക്കണം. പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓക്കെ, അത് സ്പ്ലേസ് ആയി. ഇനി ഇതിന് ശേഷം ചെയ്യേണ്ടത് നമ്മളെന്താണ്? നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചാൽ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ നമ്മൾ പണിയൊന്നും തീരൂല. ഇതൊന്നും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഹീറ്റ് ചെയ്യണം. ഈ പ്ലാസ്റ്റിക്കും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലും ഉണ്ട്. അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്യണം. അത് 1 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി. പിന്നെ അത് ചുറ്റി വെക്കണം. നമ്മളത് മൊത്തം റൗണ്ടാക്കി റെഡിയാക്കണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ പിടിച്ചൊരു പരിപാടി. ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് കുഴപ്പമില്ല. കുറേ വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക്. ഇത് നമ്മളെ കറക്റ്റ് ചെയ്യണം. റൗണ്ടാക്കി റെഡിയാക്കി ചുറ്റി കഴിഞ്ഞു. ഇത് നമ്മൾ നേരെ ക്ലോസ് ചെയ്യണം. ഇത് ഫുള്ള് ക്ലോസ് ആവില്ല, കാരണം ഇവിടെ ഇതിൽ കട്ടിയുള്ളത്. ഇതിൻ്റെ ഞെട്ടും ഇത് ഇളകി പോകാനൊക്കെ നമ്മളിവിടെ കേബിൾ ടൈ അടിച്ചു. ഇതൊന്ന് നല്ലോണം ടൈറ്റ് ആക്കുക. ഓക്കെ, അത് നമുക്ക് കഴിയും. ഇനി നമുക്ക് ക്ലോസ് ആക്കണം. ക്ലോസ് ആക്കുന്നു. ക്ലോസ് ആക്കിയിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇത് അതും നമ്മൾ ഫൈബറിൻ്റെ പാച്ച് പാനിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ റെഡിയാക്കി അതിൻ്റെ കേബിൾ ബാക്കിൽ ഫിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളൂ. അതേപോലെ നല്ല നല്ല വീഡിയോസ് കിട്ടണോ നമ്മൾ പേജ് ഫോളോ ചെയ്തോളൂ.